من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീൻ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അല്ലാഹു തആല അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. വഇദ് ജഅൽനൽ ബൈത, നാം ബൈത്തിനെ മസാബതൻ ലിന്നാസ് ആക്കി മാറ്റി. അൽ ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കഅബ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബയാണ്. ആ കഅബയെ നാം മസാബത്ത് ആക്കി മാറ്റി, അംന ആയി മാറ്റി. മസാബത്ത് എന്ന് പറഞ്ഞാൽ മർജിഅൻ ലഹു, വീണ്ടും വീണ്ടും മനുഷ്യർ ചെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന, സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്നാണ് മസാബത്ത് എന്നതിന്റെ ഒന്നാമത്തെ തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ്, ഈമാനുള്ള മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്. അങ്ങോട്ട് പോകുമ്പോഴും എത്ര പ്രാവശ്യം പരിശുദ്ധമായ മക്കയിലേക്ക്, മദീനയിലേക്ക്, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി, ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സലാം പറയുന്നതിന് വേണ്ടി എത്ര പ്രാവശ്യം മക്കയിലേക്ക്, മദീനയിലേക്ക് ചെന്നാലും വീണ്ടും 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 അങ്ങോട്ട് ചെല്ലാൻ ഈമാനുള്ള മനുഷ്യന്മാർക്ക് പ്രതിബദ്ധത ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നത് ചെന്നവർക്കാണ് വീണ്ടും വീണ്ടും കാണാനും ബുദ്ധിയാവുന്നത്. പോകാത്തവർക്ക് അത്ര ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു തവണ അവിടെ പോയ ആളുകൾക്ക് വീണ്ടും വീണ്ടും അവിടെ പോകാനും അവിടെ നിന്ന് വിട്ടു പോരാനും, ഉംറക്കാണ് പോകുന്നതെങ്കിൽ 14-15 ദിവസത്തേക്കാണോ ഉംറക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു 12-13 ദിവസങ്ങളാകുമ്പോഴേക്കും മാനസികമായ ഒരു പ്രയാസം, ആ വിശുദ്ധമായ നാട് വിട്ടു പോരാൻ ഈമാനുള്ള മനുഷ്യന്മാർക്കുള്ള പ്രയാസം നമുക്ക് അനുഭവമുള്ള കാര്യം. ഇനി അത് മാത്രമല്ല, ഹജ്ജിനാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഹജ്ജിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പല ആളുകളും നെടുമ്പാശ്ശേരിയില് അവര് ഇപ്പോൾ ക്യാമ്പിലാണ്. അവര് ഇന്ന് രാത്രിയും നാളെയും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. എന്റെ ഭാര്യയുടെ പിതാവും മാതാവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു കബൂലാകുന്ന നിലക്കുള്ള ഹജ്ജും ഉംറയും ചെയ്യാൻ അവർക്കും എല്ലാവർക്കും അല്ലാഹു തആല നല്ല തൗഫീഖ് ചെയ്യട്ടെ. അവരിങ്ങനെ പോകുന്നു, നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾ ഇങ്ങനെ പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു വിഷമം. ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിഷമം. നമുക്ക് ഇന്നെ
പോകാൻ പറ്റുന്നത് റബ്ബേ. പോയവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എനിക്കും കൂടി ഒന്ന് പോയാൽ മതിയായിരുന്നു റബ്ബേ. ഇന്നെന്റെ വാപ്പ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിളിച്ച സമയത്ത് ഞാനിങ്ങനെ ഉപ്പാനോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഇപ്പൊ ആള് മാറിപ്പോവാൻ പറ്റുമോ ഉപ്പാക്ക് വരെ ഞാൻ പോകാം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചു പോവുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു. ഏതൊരു മനുഷ്യന്മാർക്കും ആഗ്രഹം ഉണ്ടാവും, ഏത് മുഅ്മിനായ ഒരു മനുഷ്യന് ആ ആഗ്രഹം ഉണ്ടാവും. ആ പരിശുദ്ധമായ കഅബ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഞാനിങ്ങനെ ഒരു പള്ളിയിൽ, നമ്മുടെ വെളിയങ്ങാട് പള്ളിയിൽ തന്നെ വിശുദ്ധമായ കഅബയെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റുള്ള പള്ളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പള്ളിന്റെ പണിക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് 1,00,000 രൂപ ആ പള്ളിക്ക് വേണ്ടി നൽകാമെന്ന് പറഞ്ഞു, എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ഇപ്പോൾ എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. ആ ആഗ്രഹത്തിന്റെ സാധ്യത നമുക്കറിയാൻ പാടില്ല. എനിക്ക് ഉമ്മക്ക് പോകണം, എന്നിട്ട് തിരിച്ചു വരാൻ കഴിയാതെ ആ വിശുദ്ധ മണ്ണിൽ കിടന്നു മരിക്കും. ഇവിടെ അടുത്തുള്ള മനുഷ്യൻ ഒരു സംസാരം വിശുദ്ധമായ കഅബയെ സംബന്ധിച്ചുള്ള 2-3 വാക്കുകൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ, ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം 1,00,000 രൂപ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? ആ മണ്ണിൽ പോയി അവിടെ കിടന്ന് മരിക്കാൻ ദുആ ചെയ്യണം എന്ന് മനുഷ്യൻ. ഈമാനുള്ള മനുഷ്യന്മാരെങ്ങനെ? ഈമാനുള്ള മനുഷ്യൻ, അതാണ് ഈമാൻ, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് മഹാബത്താക്കി മാറ്റി, അങ്ങോട്ട് പോകുന്നതോറും വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാക്കി മാറ്റി എന്ന രണ്ടാളും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരാണ്, താബിഈങ്ങളാണ്. യഅതൂന ഇലൈഹി മിൻ കുല്ലി ജാനിബിൻ വയഹുജൂന, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് മഹാബത്ത്. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. ഈ വിശുദ്ധ ഗേഹത്തെ നാം മഹാബത്താക്കി മാറ്റുന്നു. ഇസ്ലാമിനെതിരെ ലോകത്തെമ്പാടും ഇസ്ലാമിനെതിരെ കൊലവിളികളുമായി ഇസ്ലാമിനെ ഇന്ന് തന്നെ തീർക്കും എന്ന് വെച്ച് നടക്കുന്ന മുസ്ലിം നാമധാരികളും അല്ലാത്തവരും സംഘികളും പ്രസംഗികളും പല ജാതി സാധനങ്ങളുണ്ട്. പല തരത്തിൽ മുസ്ലിമുകളെ കൊന്നും, പള്ളികൾ തകർത്തും, വീടുകൾ തകർത്തും, കച്ചവട സ്ഥാപനങ്ങൾ തകർത്തും, പല രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹം ഇന്നും നില തുടങ്ങിയതല്ല. പക്ഷെ ഇസ്ലാമിന്റെ വളർച്ചയെ ഒരു ചുക്ക് പോലും, ഒരു ലോകത്തിൽ തൊടാൻ പോലും ഇസ്ലാമിന്റെ ഒരു ശത്രുക്കൾക്കും ആകാൻ കഴിയാത്ത വണ്ണം ഓരോ ദിവസവും ഇസ്ലാം ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്രിട്ടന്റെ അവസ്ഥ ഒന്ന് നോക്കണം. പുറമെ നോക്കുമ്പോ ക്രിസ്ത്യാനി പള്ളിയായിട്ട് തോന്നും, പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് മുസ്ലിം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കുറച്ചായിട്ടുള്ളൂ, ഒരു 5-10 കൊല്ലമായിട്ടുള്ളൂ. അതിനായിട്ട് ഒരു 5-10 കൊല്ലങ്ങൾ മാത്രമായിട്ടുള്ളൂ. അള്ളാഹ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല പറഞ്ഞു, എന്റെ ബൈത്ത് സന്ദർശിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും എന്നല്ല പറഞ്ഞു. സത്യമാണോ? സത്യമല്ലേ? 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് സത്യമാണോ സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കൂ. ബുദ്ധിയും ചിന്തയുമുള്ള മനുഷ്യരെ നിങ്ങൾ ആലോചിക്കൂ. മടങ്ങിപ്പോകും, അങ്ങോട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകണം എന്ന ആഗ്രഹം. അഭയകേന്ദ്രം, അഭയസ്ഥാനം, അവസാനത്തെ അവസാനത്തെ അഭയം ആ വിശുദ്ധമായ കഅബയായി ഹറമായിട്ട് മാറി. രണ്ടാള് പറഞ്ഞു സമ്മേളന സ്ഥലം, ജനങ്ങൾ ഒന്നാകെ, ആരും വിളിക്കാതെ, ആരും പറയാതെ, ജനങ്ങൾ ഒന്നാകെ. 1-2 പൈസ പോരാലോ? 1000 രൂപ, 2000 രൂപ, 4000 രൂപ, 20,000 രൂപ പോരാലോ? ഉംറക്ക് പോവാൻ, ഹജ്ജിന് പോവാൻ ലക്ഷങ്ങൾ ആവശ്യമാണ്. പക്ഷെ എന്നിട്ടും മനുഷ്യന്മാര്, കോടീശ്വരന്മാരല്ലാത്ത, ലക്ഷപ്രഭുക്കളല്ലാത്ത സാധാരണക്കാരായ ആളുകള്, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകള് ആ ജോലിയിൽ നിന്ന്, കച്ചവടത്തിൽ നിന്ന് മിച്ചം വെച്ച്
അവരെ ഹജ്ജിന് പോകുന്നു. എന്താണ്? അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് മസാബത്താണ്. ജനങ്ങൾ സമ്മേളിക്കും. എത്ര ലക്ഷം ആവശ്യമാണ് എന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കി ഒരു സാധാരണ പ്രൊജക്റ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ 7 ലക്ഷം രൂപ ചെലവാക്കാന്നൊക്കെ പറഞ്ഞ എന്താണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു മടിയില്ലാതെ ഇഷ്ടത്തോടെ പൊരുത്തത്തോടെ ആ പണം ചെലവഴിക്കാൻ വിശ്വാസിനികളെ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു പറഞ്ഞു, ഇത് ജനങ്ങളുടെ മഹാബത്താണ്, അഭയകേന്ദ്രമാണ്, സമ്മേളന കേന്ദ്രമാണ്. അവസാനമായി അവർ തിരിച്ചു മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന അതാണ്. എന്താണ് അവസ്ഥ ഒന്ന് ആലോചിച്ചു. അത് മാത്രമല്ല, അന്ന് കൂടിയ അത് നിർഭയത്വമാണ്. മനുഷ്യന്മാർക്ക് അവിടെ ഇരിക്കുമ്പോ ലോക മുസ്ലിമീങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത്? ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരും അങ്ങോട്ട് തിരിഞ്ഞ പരിശുദ്ധമായ കഅബയിലേക്ക് കിബിലയാക്കി തിരിഞ്ഞുകൊണ്ട് അത് മനസ്സിനുള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കൈകെട്ടി നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു കോടാനുകോടി മനുഷ്യർ. ആ സമയത്ത് വല്ലാത്തൊരു വല്ലാത്തൊരു നിർഭയത്വം. അള്ളന്റെ കൂടെ ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും, ലോക ഭരണാധികാരികൾ മുഴുവൻ എന്നെ തകർക്കാൻ ശ്രമിച്ചാലും, എന്റെ കുടുംബത്തെ, എന്റെ ഇസ്ലാമിക സഹോദരിമാരെ തകർക്കാൻ ശ്രമിച്ചാലും അള്ളാഹ് എന്റെ കൂടെയുണ്ട് എന്ന നിർഭയത്വമാകുന്ന വിശ്വാസം ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു വീണ്ടും പറഞ്ഞു, ആര് അതിൽ പ്രവേശിച്ചുവോ അവൻ ആമിനായി മാറും, അവൻ നിർഭയനായി മാറും. ദുനിയാവിന്റെ ഫിത്നകൾ, ദുനിയാവിന്റെ ശിർക്കുകൾ, ദുനിയാവിലെ കുഫ്റുകൾ, ദുനിയാവിലെ ദുൽമുകൾ, ദുനിയാവിലെ ഫിസ്കുകൾ ഒന്നും അവനെ ഏശുകയില്ല. മരണത്തിന്റെ ഫിത്നകൾ അവനെ ഏശുകയില്ല. മരണാനന്തര ജീവിതത്തിൽ ഖബറിലുള്ള ഫിത്നകൾ, വലിയ വലിയ ഫിത്നകൾ വരാൻ കിടക്കുന്നുണ്ട്. മരണത്തോടെ മരണാനന്തര ജീവിതത്തോടെ വലിയ വലിയ ഫിത്നകൾ വരാൻ കിടക്കുന്നുണ്ട്. ആ ഫിത്നകളൊന്നും അവനെ യേശുകയില്ല, വിശ്വാസിയെ യേശുകയില്ല, കഅബയെ ഹൃദയത്തിന്റെ അകത്ത് പ്രതിഷ്ഠിച്ചവനെ യേശുകയില്ല. ആര് അതിൽ പ്രവേശിച്ചുവോ അവൻ ആമിനായി മാറി, നിർഭയത്വമുള്ളവനായി മാറി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ എടുക്കണം. ഇബ്രാഹീമിനെ മുസല്ലയായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഖതാദയുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ആ മസ്ജിദ് മുഴുവൻ മഖാമു ഇബ്രാഹിമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഹറമിന്റെ അതിർത്തികൾ മുഴുവൻ അത് മഖാമു ഇബ്രാഹിമാണ്, അവിടെ പ്രവേശിച്ചവൻ അതിൻ്റെതായ എല്ലാ അനുഗ്രഹങ്ങളും അവന് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചില പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇവിടെ പ്രത്യേകമായി ആ കഅബയുടെ അടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാൽപാദം പതിഞ്ഞിട്ടുള്ള അതിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുക, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം ആവാഹിക്കുക, ആ ധൈര്യം ആവാഹിക്കുക, ആ തൗഹീദ് എനിക്ക് അല്ലാഹ് മതി, ജിബ്രീൽ പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്, മഹാനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തീയിൽ എറിഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും സഹായം ആവശ്യമാണോ? എന്തെങ്കിലും സഹായം ആവശ്യമാണോ? 600 ചിറകുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരു ചിറക്, 600 അതിൽ ഒരു ചിറക് വിടർത്തിയപ്പോഴേക്കും ആകാശത്തിലെ കത്തിജ്വലിക്കുന്ന സൂര്യൻ മാഞ്ഞുപോയി. സൂര്യനെ കാണാനില്ല, കാർമേഘം വന്നതുപോലെ മുഴുവൻ മറയിട്ടു പോയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ജിബ്രീൽ വന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നരകത്തിലേക്ക്, തീയിലേക്ക്, അഗ്നികുണ്ഠാരത്തിലേക്ക് എറിയപ്പെട്ട ആ സമയത്ത് വന്നുകൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും എന്റെ സഹായം എന്തെങ്കിലും വേണോ എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആ സമയത്താണ് പറഞ്ഞ വാക്ക് ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. എനിക്ക് വേണ്ട,
എനിക്ക് അല്ലാഹ് മതി, വനിഅമൽ വക്കീൽ, എന്റെ എല്ലാ കാര്യങ്ങളും എത്ര നന്നായി ഏറ്റെടുക്കുന്നവനാണവൻ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ട് ജീവിതം മുഴുവൻ അല്ലാഹുവിന് സമർപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ല, ഞാൻ എല്ലാം വിട്ട് അല്ലാഹുവിലേക്ക് പോവുകയാണ്. നമ്മളെ പോലെ അല്ലാഹനെ വിട്ട് മറ്റുള്ളതിലേക്ക് പോവുകയല്ല ചെയ്തത്. എല്ലാം വിട്ട് അല്ലാഹുവിലേക്ക് പോവുകയാണ് ഞാൻ, ഈമാനിലേക്ക് പോവുകയാണ് ഞാൻ, തൗഹീദിലേക്ക് പോവുകയാണ് ഞാൻ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞതുപോലെ പറയാൻ നമുക്കാണ്. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി, തൗഹീദിൽ തുടങ്ങി, ഇസ്ലാമിൽ തുടങ്ങി, ഇസ്തിസ്ലാമിൽ തുടങ്ങി, പൂർണ്ണമായും എല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റെടുക്കുന്നതിൽ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അവിടെ വെച്ചുകൊണ്ട് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ മില്ലത്ത് ഇബ്രാഹിമിന്റെ വഴി മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിന് സംശയിച്ച് ശങ്കിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരെ, നിങ്ങൾ ഇബ്രാഹിമിന്റെ ആ മില്ലത്ത്, ആ വഴിയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, പഠിക്കേണ്ടത്, ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല വാഹിദനാ ഇലാ ഇബ്രാഹിം വ ഇസ്മാഈൽ. ഇബ്രാഹിമിനും ഇസ്മാഈലിനും ഞാൻ കരാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവരോട് ഞാൻ വാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, വാഗ്ദാനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് വാങ്ങിയത്? എന്റെ വീടിനെ ഭംഗിയാക്കി വെക്കണം, എന്റെ വീടിനെ ശുദ്ധമാക്കി വെക്കണം. കാല സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം പറയുകയാണ്, മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം അല്ലാഹുവിന്റെ ആ ബൈത്ത്. ലോകത്തുള്ള അല്ലാഹുവിന്റെ എല്ലാ ഭവനങ്ങളും 3 കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമാക്കി വെക്കണം. അതിൽ ഒന്നാമത്തേത് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മിനൽ ഔസാൻ, ഔസാനുകളിൽ നിന്ന്. ഔസാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഔസാനാണ്, ഔസാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ വസനൻ യുഅബദാക്കി മാറ്റരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു ഔസാനാക്കി മാറ്റരുതേ, ആരാധിക്കപ്പെടുന്നതാക്കി മാറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചു. സർവ്വതും അല്ലാഹുവിന്റെ ഭവനങ്ങൾ അല്ലാഹുവിനെ വിളിക്കാനുള്ളതാണ്, അല്ലാഹുവിനെ ആരാധിക്കാനുള്ളതാണ്. ശിർക്കാകുന്ന എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എന്റെ ഭവനത്തെ നിങ്ങൾ രണ്ടാളും ശുദ്ധമാക്കി വെക്കണം. 1, 2 റൈബുകളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, ശക്കുകളിൽ നിന്ന്, എല്ലാവിധ നിരീശ്വരത്വങ്ങളിൽ നിന്നും, എല്ലാവിധ സംശയിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ശുദ്ധമായ ഈമാനുള്ള യഖീനുള്ള ആളുകൾ, ആ യഖീനും ഈമാനും എന്റെ ഭവനത്തിൽ നിന്ന് കിട്ടണം, എന്റെ ഭവനങ്ങളിൽ നിന്ന് കിട്ടണം. സൂറായ അല്ലാഹു പൊരുത്തില്ലാത്ത വാക്കുകൾ, ഈ 3 കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമാക്കി വെക്കുക എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത്. അതാണ് ആർക്കൊക്കെയായിട്ടുള്ള ആളുകൾക്ക്, ത്വാഫ് ചെയ്യുന്നവർക്ക്, അതിൽ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ അങ്ങനെ ഇരിക്കണേന്ന്. അവിടൊക്കെ ചെന്നിട്ട് മക്കത്ത് ചെന്ന് ആളുകളെ അങ്ങനെ കാണാനായിട്ട് സാധിക്കും, ആളുകൾ എണീക്കണില്ല, അങ്ങനെ അവിടെ ഇരിക്കണേന്ന്. 2 റക്അത്ത് നമസ്കാരത്തിന് 1,00,000 റക്അത്തുകൾ നമസ്കരിച്ച പ്രതിഫലത്തിന് വേണ്ടി അവനങ്ങനെ അവിടെ ഇരിക്കുകയാണ്. സഹോദരങ്ങളെ, പള്ളികളുമായി ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കണം. വിശുദ്ധമായ കഅബ ഒന്നാമത്തെ കഅബയാണ്. ലോകത്തുള്ള പള്ളികൾ മുഴുവൻ മുസ്ലിം പള്ളികൾ, അല്ലാഹുവിനെ ആരാധിക്കപ്പെടുന്ന ഇടങ്ങൾ, അവനവന്റെ നാട്ടിലുള്ള മസാജിദുകൾ, അവകളുമായി ഹൃദയബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അവയുമായി കൂടുതൽ ഇണങ്ങിച്ചേരാൻ കൂടുതൽ സമയം പള്ളികളിൽ ഇരിക്കാൻ സാധിക്കണം. നമ്മുടെ നഫ്സുകളെ പഠിപ്പിക്കണം.
പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ നഫ്സുകളെ, നമ്മുടെ ശരീരങ്ങളെ അച്ചടക്കം പഠിപ്പിക്കണം, ഇബാദത്ത് പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ മുൻപിൽ സുജൂദിലായി, റുകൂഇലായി, ഖിയാമിലായി അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്തുകൊണ്ട്, ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട്, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട്, മറ്റ് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ഒരുപാട് സമയം പള്ളികളിൽ ഇരിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ നഫ്സിനെ പള്ളികളിലേക്ക് എത്തിക്കണം, പള്ളികളുമാക്കി ഇഷ്ടമുണ്ടാക്കണം. ജമാഅത്തുകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. വിശിഷ്യ സുബ്ഹി നമസ്കാരവും അസ്ർ നമസ്കാരവും എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ശുദ്ധിയാക്കി തവാഫ് ചെയ്യുന്നവർക്ക്, ഇഅ്തികാഫുള്ളവർക്ക് സുജൂദും ചെയ്യുന്ന ആളുകൾക്ക് റക്അ എന്ന് പറഞ്ഞ ജംഉ റാക്കി എന്നതിന്റെ ജംആണ് റുക്അ. സുജൂദ് എന്ന് പറഞ്ഞാൽ സാജിദ് എന്നതിന്റെ ജംആണ് സുജൂദ് ചെയ്യുന്നവർ അവർക്ക് വേണ്ടി ശുദ്ധമാക്കി വെക്കണം എന്ന് നമ്മുടെ മുമ്പിലുള്ള ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അത് ദുൽഹിജ്ജയുടെ ദിനരാത്രങ്ങളാണ്. ആ ദിനരാത്രങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ദുനിയാവിൽ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്, അടുത്തൊരു സമയത്ത് നമ്മളില്ല. നമ്മളെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുള്ളത് ഇബാദത്തുകൾ അത് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ, അത് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്, നന്മകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് ശേഖരിക്കാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. ആ ദിനരാത്രങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങൾ അതിലൊന്ന് അൽ-ഹജ്ജു ലിമൻ ഇസ്തത്വാഅ, സാധിക്കുന്നവർക്ക് ഈ 10 ദിവസം പോയി ഹജ്ജ് ചെയ്യാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഹജ്ജ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ചെയ്തോ, കഅബയിൽ പോയി ഇഅ്തികാഫിരുന്നോ, തവാഫ് ചെയ്തോ, അവിടെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തോ. അതിന്റെ സമയമാണിത്. ഒന്ന് അതേപോലെ തന്നെ അൽ-ഇക്ഫാർ മിന ദിക്റുകൾ ധാരാളമാക്കിക്കോ. രണ്ടാമത്തേത് പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്, ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ദിക്റുകൾ, അല്ലാഹുവിനോടുള്ള സ്മരണ അത് കൂടുതലാക്കിക്കൊള്ളുക അതിന്റെ ദിവസമാണ്. പള്ളികൾ ഇമാറത്ത് ചെയ്തുകൊള്ളുക 2 താല്പര്യങ്ങളുണ്ട്. ഒന്ന്, പള്ളി പരിപാലനം തന്നെ, പള്ളികൾ ശുദ്ധിയാക്കുക, ബാത്റൂം ശുദ്ധിയാക്കുക, അടിച്ചു മാറുക, അഴുക്കുകളൊക്കെ എടുത്തു കളയുക, മുടി തട്ടിക്കളയുക. ഇതെല്ലാം നമ്മുടെ സ്വന്തം വീട് പോലെ അല്ലാഹുവിന്റെ ഭവനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഇമാറത്ത് 1, ഇമാറത്ത് 2, ഇബാദത്തുകൾ കൊണ്ട് പള്ളിയെ അലങ്കരിക്കുക. ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്, നമസ്കാരം കൊണ്ട്, ഖിറാഅത്തുകൾ കൊണ്ട് വിശുദ്ധമായ പള്ളികളെ വിശുദ്ധമാക്കി വെക്കുക. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള സമയം. നാലാമത്തെ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. അതിൽ 2 താല്പര്യങ്ങളുണ്ട്. നമസ്കാരങ്ങൾ റക്അത്തുകളുടെ എണ്ണങ്ങൾ കൂട്ടുക. അതേപോലെ രണ്ടാമത്തേത് സുജൂദിന്റെ ദൈർഘ്യം കൂട്ടുക. പരമാവധി നമസ്കാരത്തിൽ കഴിച്ചു കൂട്ടാനായിട്ട് ശ്രമിക്കുക. 4 അഞ്ചാമത്തെ നോമ്പ് അധികരിപ്പിക്കുക. ഈ അവസാനത്തെ ഈ 10 ദിവസം, 10ാമത്തെ ദിവസം ഒഴിച്ചുള്ള ബാക്കി 9 ദിവസങ്ങളിൽ നോമ്പ് പരമാവധി അധികരിപ്പിക്കുക. അതേപോലെ തന്നെ 6ാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു തിലാവത്തുൽ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ദിവസങ്ങളിൽ. 7ാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞത് സ്വതക്കകൾ മനഃപൂർവ്വം അധികരിപ്പിക്കുക. അറിഞ്ഞുകൊണ്ട് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ദിനരാത്രങ്ങളിൽ സ്വതക്കകൾ അധികരിപ്പിക്കുക. അത് കുടുംബക്കാർക്കും കുടുംബക്കാരെല്ലാത്തവർക്കും, എല്ലാവർക്കും, പരിചിതർക്കും പരിചിതരല്ലാത്തവർക്കും, അയൽവാസികൾക്കും അല്ലാത്തവർക്കും, മിത്രങ്ങൾക്കും ശത്രുക്കൾക്കും എല്ലാവർക്കും സ്വതക്ക കൈയഴിച്ച് സ്വതക്ക ചെയ്യുക. 7, 8 ഖിയാമുൽ ലൈൽ രാത്രി പരമാവധി അത് മുതലാക്കിക്കൊണ്ട് നമസ്കരിക്കുക. ഖിയാമുൽ ലൈൽ അത് പതിവാക്കുക. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബലികർമ്മം നിർവഹിക്കുക. സാധിച്ചാൽ പരമാവധി അതൊക്കെ ചെയ്യുക എന്ന് പണ്ഡിതന്മാർ ഈ 10 ദിനരാത്രങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് പഠിപ്പിച്ച കാര്യം. ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമുക്ക്, വല്ലദീ യദ്ഹുർ അന്ന സബബ് ഫി ഇൻതിസാലി
അശ്റ ദിൽഹിജ്ജ ലിമകാൻ ഇജ്തിമാഉ മുഹാദുൽ ഇബാദത്തു ഫീഹി. ഈ 10 ദിവസങ്ങൾ അത് വലിയ ശ്രേഷ്ഠത അതിന് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ 10 ദിനരാത്രങ്ങളിൽ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെല്ലാം ഈ 10 ദിവസങ്ങളിൽ ഒരുമിച്ച് ചേരുന്നു. ഈ 10 ദിവസം പോലെ വേറെ ദിവസങ്ങളില്ല. ഈ 10 ദിവസങ്ങൾ പോലെ വഹിയ എന്തൊക്കെയുണ്ട്? സ്വലാത്ത്, സിയാമുണ്ട്, സ്വതക്കയുണ്ട്, ഹജ്ജുണ്ട്. വലാ യതഅത്ത ദാലിക ഫീ ഗൈരി. ഇതല്ലാത്ത ദിവസങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയം നമസ്കാരം, നോമ്പ്, അതേപോലെ തന്നെ സ്വതക്കകൾ, പിന്നെ ഖുർആൻ പാരായണം, ഹജ്ജ്, ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയം. എന്തുകൊണ്ട് ഈ സമയം അത് തിരഞ്ഞെടുത്തു? ഇതല്ലാത്ത വേറെ സമയം ഇല്ല എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. കാന സഈദ് ഇബ്നു ജുബൈർ, നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ, അദ്ദേഹം ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ഈ ആ ദിവസങ്ങൾ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ, ദുൽഹിജ്ജയിലെ ഈ 10 ദിനരാത്രങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ശദീദൻ, കഠിനമായ പരിശ്രമങ്ങൾ അദ്ദേഹം ഇതിൽ നടത്തുമായിരുന്നു എന്ന് കിതാബുൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൽ അമൽ സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിന് ഒരു ദിവസമില്ല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യപ്പെടുന്ന ഒരു ദിവസങ്ങൾ ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളല്ലാതെ വേറെ ഒരു ദിവസവും ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ഹജ്ജിൽ, ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. അയ്യാമിൻ മഅലൂമാത്തിൽ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നതിന് അവർ സാക്ഷികളായി കൊള്ളട്ടെ. ഈ ആയത്തിൽ പറഞ്ഞ അയ്യാമു മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അയ്യാമുൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ, ഈ 10 ദിനരാത്രങ്ങളാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഅലം, നീ ശരിക്കറിയണം, അന്നഹു യുസ്തഹബ്ബുൽ ഇക്സാർ മിനൽ അദ്കാർ, ദിക്റുകൾ അധികരിപ്പിക്കുക. ഒരു മുസ്ലിമിന്റെ സ്വഭാവമാണ് എപ്പോഴും ദിക്റില്ല, അല്ലാഹു എന്ന ചിന്തയിലാണ് ഒരു മുസ്ലിം മുഅ്മിൻ അവൻ ജീവിക്കുക. എന്നാൽ ഈ സമയം ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ കൂടുതൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് മാറ്റിവെക്കുക. ഫിഹാദൽ അശ്ർ സിയാദത അലാ ഗൈരിഹി, മറ്റു ദിവസങ്ങളിലേക്കാൾ അധികം അല്ലാഹുവിനെ ദിക്ർ ചെയ്യേണ്ട സമയങ്ങളാണിത്. വയുസ്തഹബ്ബു മിൻ ദാലിക ഫി യൗമി അറഫ, അറഫ ദിവസമാകട്ടെ അക്സറൻ ബാഖി അൽ അശ്ർ, ആ 10 ദിവസങ്ങളിലെ ബാക്കിയുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ ദിക്റുകളിൽ ഏർപ്പെടേണ്ട ദിവസം അത് അറഫ ദിവസം. അതെവിടെയാണ്? അതും ഈ ദുൽഹിജ്ജ 10-നകത്താണ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഇത് അല്ലാഹു തആല തെരഞ്ഞെടുത്തതാണ്, അല്ലാഹ് ആദരിച്ചതാണ്. അല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കുടുംബവും ചെയ്ത പല കാര്യങ്ങളും ചെയ്യുന്നതിന് ലോക മുസ്ലിമീങ്ങളെ അല്ലാഹ് പറഞ്ഞയക്കുന്ന ദിവസം അത് ഈ ദുൽഹിജ്ജ മാസമാണ്. ഇതിന്റെ ശ്രേഷ്ഠതകളെല്ലാം മനസ്സിലാക്കി അത് പരമാവധി അത് ഉൾക്കൊണ്ട് അമലുകളിൽ ഏർപ്പെടാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അതുപോലെ തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞ സൂറത്തുൽ ഫജ്റിലെ 2-ാമത്തെ ആയത്ത്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആ ലയാലിൻ അശ്ർ എന്താണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ മുറാദ് ബിഹാ അശ്റു ബിൽ ഹിജ്ജ. അത് സൂറത്തുൽ ഫജ്റിൽ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ 10 ദിനരാത്രങ്ങൾ എന്നുള്ളത് അത് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഖുർആനിൽ അല്ലാഹു തആല സൂചിപ്പിച്ച കാര്യം കമാ ഖാല ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വമുജാഹിദ് വഗൈറു വാഹിദ് മിന സലഫുൽ ഖലഫ്, ഈ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞത് അത് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണെന്ന് പറഞ്ഞു.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മാ മിൻ അയ്യാമിൽ അമലി സ്വാലിഹി ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും അല്ലാഹ് ഇഷ്ടപ്പെടുന്ന വേറെ അമലില്ല. ഈ 10 ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ ഇത് ശ്രദ്ധിക്കുന്ന ആലോചിച്ചു. ഈ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു അമൽ വേറെ ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചു, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു മനുഷ്യൻ ജിഹാദ് ചെയ്താലും ഈ 10 ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടൂല എന്ന് റസൂലുള്ളാഹി ഒരാളൊഴികെ ആർക്കാണത്? ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ മിൻ ദാലിക ബിശൈഇൻ. അദ്ദേഹത്തിന്റെ ജീവനും അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ സമ്പത്തുമായി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് അങ്ങനെ പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹം തിരിച്ചില്ല. അദ്ദേഹത്തിന്റെ ശരീരം ജീവനും നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ സമ്പത്തും എല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരാളുടെ ഒഴികെ ബാക്കിയുള്ള ഒരാൾക്കും ഈ 10 ദിവസം ചെയ്യുന്ന അമലുകൾക്ക് തുല്യമായത് ചെയ്യാൻ കഴിയില്ല എന്ന്. അതുപോലെ തന്നെ 10 ദിനരാത്രങ്ങൾ തക്ബീർ, അല്ലാഹു അക്ബർ, തഹ്മീദ്, അൽഹംദുലില്ലാഹ്, ഇത് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ, ഈ 2 സ്വഹാബിമാരും എന്ത് ചെയ്യുന്നറിയോ? യഖ്റുജാനി ഇല സൂഖ് ഫീ അയ്യാമിൽ അശ്ർ. ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ സൂഖിലേക്ക് ഇറങ്ങും, ചന്തയിലേക്ക് പോകും. ചന്തയിലേക്ക് പോയിട്ട് യുകബ്ബിറാനി, തക്ബീർ മുഴക്കും, വലിയ ശബ്ദത്തിൽ തക്ബീർ മുഴക്കും ചന്തയിൽ വെച്ചുകൊണ്ട്. വയുകബ്ബിറു നാസ ബി തക്ബീരിഹിമാ, ജനങ്ങൾ അവരുടെ തക്ബീറുകൾക്ക് അനുസരിച്ചുകൊണ്ട് ജനങ്ങൾ ആ തക്ബീർ ഏറ്റു ചൊല്ലുകയും ചെയ്യും എന്ന് സ്വഹീഹ് അൽബാനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ റിവായില് നമുക്ക് കാണാനായിട്ട്. ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ജനങ്ങളെ അല്ലാഹുവിലേക്ക് ഉണർത്തേണ്ട, പരലോകത്തിലേക്ക് ഉയർത്തേണ്ട. നിങ്ങൾ യാത്രക്ക് തയ്യാറായിക്കൊള്ളുക, യാത്രക്ക് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക മനുഷ്യന്മാരെ. അവസാന യാത്ര, മരണയാത്ര, ആരോരും വിളിക്കാതെ പറയാതെ ചോദിക്കാതെ മിണ്ടാതെ പോകേണ്ടി വരുന്ന മരണയാത്ര, അന്ത്യയാത്രക്ക് നിങ്ങൾ ഒരുങ്ങുക. ആ അന്ത്യയാത്രയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ തഖ്വ പുലർത്തുക. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് റസൂൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ആ ദിവസത്തിനുള്ളിലാണ് എന്തുള്ളത്? അറഫയുള്ളത്. ഈ 10 ദിവസങ്ങളിൽ അറഫ ദിനത്തിലെ നോമ്പ് എന്ന് പറയുന്നത് അതിന്റെ ശ്രേഷ്ഠത. അഹ്തസിബു അലല്ലാഹി യുകഫിറ സനതല്ലതി ഖബ്ല വസനതല്ലതി ബഅദ. 2 വർഷത്തെ പാപങ്ങൾ പോകും. കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപവും വരാതിരിക്കുന്ന അടുത്ത വർഷത്തെ അതിനുള്ള കഫാറത്ത് ഒരൊറ്റ ദിവസത്തെ നോമ്പിന് അല്ലാഹു തരുന്നു. അത് അറഫയാണ്, അറഫയുടെ നോമ്പാണ്. അത് ദുൽഹിജ്ജ 10ന്റെ ഉള്ളിലാണ്, ദുൽഹിജ്ജാദിന്റെ 10. അപ്പൊ ആ 10 ദിവസത്തിന്റെ ശ്രേഷ്ഠത തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ന അഅ്ളമ അയ്യാമി ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്നുള്ളത് യൗമുൻ നഹർ, ഈ നഹറിന്റെ ദിവസമാണ് 10. ദുൽഹിജ്ജ 10ാമത്തെ ആ ദിവസം യൗമുൻ നഹർ, ബലിയറുക്കുന്ന ദിവസമാണ്. ഇനി ബലിയറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുൽ ഹിലാല ദിൽഹിജ്ജ, ആ ആളുകൾ ദുൽഹിജ്ജയുടെ മാസം അവർ കണ്ടു കഴിഞ്ഞാൽ, മാസം കണ്ടു കഴിഞ്ഞാൽ, നാളെ ദുൽഹിജ്ജ 1 എന്ന ബോധ്യം അവിടെ വന്ന് ഒരാൾ ഉദ്ഹിയ്യത്ത് അറക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ നഖവും അതേപോലെ തന്നെ അവന്റെ മുടിയും പിടിച്ചു വെക്കട്ടെ, അത് വെട്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ഹിയ്യത്തിന് തയ്യാറെടുക്കുന്ന ആളുകൾ അതിനു മുമ്പൊക്കെ നഖവും മുടിയും ഒക്കെ വെട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ്, ആ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാൻ, അമലുകൾ ചെയ്യാൻ, തഖ്വയോടെ ജീവിക്കാൻ അള്ളാഹു തആല നമുക്ക് ഏവർക്കും